NDA സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ആറ്റിങ്ങലിൽ ആവേശോജ്വല സ്വീകരണം. ആറ്റിങ്ങൽ മാമം മൈതാനിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ MP ഉദ്ഘാടനം ചെയ്തു. सुरेंद्रन अपने सबके मुरलीधरन आतन, कुमरम जी, मंच पर विराजमान सभी लोग, मैं केवल 3 बातें कहूंगा. कांग्रेस की क्या स्थिति है? कल राज्यसभा में खड़गे कांग्रेस के अध्यक्ष बोल रहे थे. बोलते समय उन्होंने कहा कि पहली बार आपके 282 आए, फिर 303 आए, अब 400 आएंगे. उन्होंने भी मंजूर किया कि 400 आ रहे. हमने सबने तालियां बजाई और उनको धन्यवाद दिए. उनके मुंह से सच अचानक खुल गया. उनके मुंह से सच अचानक बाहर आ गया. कांग्रेस की ये स्थिति है. 19 में केरल में किसी को भी पूछो तो बहुत लोगों को लगता था कि राहुल गांधी प्रधानमंत्री बनने वाला है. अब किसी को भी पूछो, ये ट्रक वाला जा रहा है या बाकी कोई जा रहा है, किसी को भी पूछो कौन देश का प्रधानमंत्री बनेगा, उत्तर एक ही है, प्रधानमंत्री नरेंद्र मोदी बनेगा. കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി V മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ആശംസാ പ്രസംഗം നടത്തി. NDA വൈസ് ചെയർമാനും കാമരാജ കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, BDJ സംസ്ഥാന വൈസ് പ്രസിഡന്റ് SRM അജി, ശിവസേന സംസ്ഥാന അധ്യക്ഷൻ പേരൂർക്കട ഹരികുമാർ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുരുവിള മാത്യൂസ്, SJD സംസ്ഥാന അധ്യക്ഷൻ BV രാജേന്ദ്രൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മാമം മൈതാനത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര പൂവമ്പാറയിൽ സമാപിച്ചു. ആയിരക്കണക്കിന് അണികൾ പങ്കെടുത്ത പദയാത്രയിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങൾ അണിനിരന്നു. നരേന്ദ്രമോദിയുടെ പ്ലക്കാർഡുകളുമേന്തി കെ സുരേന്ദ്രനും B മുരളീധരനും പ്രകാശ് ജാവദേക്കറിനും അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകർ പദയാത്രയിൽ പങ്കെടുത്തത്. മോദി സർക്കാരിന്റെ വിവിധ ജനപ്രിയ പദ്ധതികൾ വിളിച്ചറിയിച്ച് നിരവധി വാഹനങ്ങളും പദയാത്രയ്ക്ക് അകമ്പടി നൽകി. ചെണ്ടമേളങ്ങളും വാദ്യഘോഷങ്ങളും പദയാത്രയ്ക്ക് പ്രൗഢിയേകി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ പൊതുജനങ്ങളെ അംഗമാക്കുവാൻ പദയാത്രയോടൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്ക് വാഹനവും ഉണ്ടായിരുന്നു. നാവായിക്കുളം ജനതയുടെ അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ.